ഒരു നടന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതെനിക്കും കവിതയോടുള്ള സ്നേഹമായിട്ട് ഞാൻ കാണുന്നു. ഒരുപാട് നന്ദി. ഞാൻ മഞ്ചേരിയിൽ ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-8 വർഷം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് വരുന്നത്. അത് കവിതയായിട്ട് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി ഇങ്ങനെ ഈ മഴയായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരു ആയിട്ട് കൂടിയാണ് ഇന്നിവിടെ വന്നു നിൽക്കുന്നത്. കവിതയുമായിട്ട് ഒരുപാട് വർഷങ്ങളുടെ അസോസിയേഷൻ ഉണ്ട്. മിക്കപ്പോഴും ആഭരണങ്ങളും ഫഹദുമായി കഥാപാത്രങ്ങളിൽ സിമിലാരിറ്റി നമ്മൾ കാണാറുണ്ട്. തൊണ്ടി മുതലാകാം, ഡയമണ്ട് നെക്ലസ് ആകാം, രംഗങ്ങനാകാം, ഇവിടെ എല്ലാം ഒരു ആഭരണത്തോട് ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും. എന്നിരുന്നാലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ ഇത്രയും വേഴ്സറ്റൈൽ ആയ ഒരു ബ്രാൻഡ്, വേഴ്സറ്റൈൽ ആയ ഒരു ആക്ടർ, അദ്ദേഹം ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഇനിയും കുറെ കഥാപാത്രങ്ങളെ കാണാനുള്ള ആവേശം കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നമുക്ക് പുതിയ വാർത്ത? ആദ്യം തന്നെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടർ അതല്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് സ്വർണം ഭയങ്കര ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. കവിതയായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പ്രസാദും പ്രതീഷും അച്ഛനൊക്കെ ആയിട്ട് ഇതിപ്പോ 3ാമത്തെ സ്റ്റേജാണല്ലോ അല്ല, 3ാമത്തെ സ്റ്റേജ്. അപ്പൊ വീണ്ടും അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇവരായിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. അതെ, 4ാമത്തെ വരവാണ്. അപ്പൊ ഇത് രാവിലെ മുതലേ മണിക്കൂറുകളായിട്ട് അപ്പൊ അതൊക്കെ കാണാനായിട്ട് കാണിക്കുന്ന കുറെ പേര് ഇവിടെ സൈഡിലുണ്ട്. ഒത്തിരി പേരുണ്ട്. അവരോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അപ്പൊ അത് വരുന്ന സമയത്ത് ഞാൻ പറയാം, ഒന്ന് അവിടെ നോക്കാം. ഞാൻ ചുമ്മാ ചോദിച്ചിരുന്നു രംഗണ്ണൻ ഏത് കളർ ഷർട്ട് ഇട്ടിട്ടായിരിക്കുന്നു വരിക എന്നുള്ളത്. ബ്ലാക്ക് പറഞ്ഞ ഒരുപാട് പേര് കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് ഈ ഒരു സമയത്ത് വന്ന് നിൽക്കുമ്പോഴും. പിന്നെ അതിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദിക്കുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാണ്, ഫസിൽ സാർ ആണെങ്കിലും നസ്രി ആണെങ്കിലും ഫർഹാന്റെ തുടരും ഫാൻസ് ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്രയും വലിയൊരു സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഫഹദിനെ ഒത്തിരി ഇഷ്ടമാണ്. ഈ മാജിക്കൽ ആയിട്ടുള്ള ഒരു ഐ ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ടെണ്ണം വരും. വേറൊരു സ്റ്റൈലിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ഓരോരുത്തർ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പറയുക, അത്രേ ഉള്ളൂ. ശ്യാം പറഞ്ഞതാണ് ഷമ്മി ഹീറോ ആണ്, ഹീറോ. ശ്യാം പറഞ്ഞത്ര ഭംഗിയായിട്ട് എനിക്ക് പറയാൻ പറ്റിയത് സന്തോഷമുണ്ട്. അതൊക്കെ അത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത്രയും ഒരു പെരി മഴയത്ത് ഞങ്ങൾ നിൽക്കുമ്പോ ആ ഷമ്മി ഹീറോ എന്ന് പറയാം. ഷമ്മി ഹീറോടാ, ഹീറോ. പുതിയ സിനിമകൾ വരാൻ പോകുന്നു. ഇപ്പൊ ഉലക നായകനോടൊപ്പം അതുപോലെ സ്റ്റൈൽ മന്നനോടൊപ്പം ഇനി വലിയ സിനിമകളുടെ ഭാഗം സന്തോഷത്തോടെ പലരോട് വന്നിരിക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളും പ്രായമായവരും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. സോ രണ്ടെണ്ണം ഒരു പാട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടാവോ? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് ഇടാവോ? മഞ്ചേരിയുടെ മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് മലയാളക്കരയുടെ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ ദിവാനവാലി നിറഞ്ഞ സദസ്സിലേക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടത്. അടുത്ത സിനിമ അൽതാഫ് സലീം കൂടെ ചെയ്യുന്ന ഓടും കുതിര ചാടും കുതിരയാണ്. ഓണത്തിനായിരിക്കും. എല്ലാവരും പോയി കാണുക.
ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരോട് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറയാം. താങ്ക് യു. ആ കുതിര ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ അല്ലേ, ആ കുതിര പറന്നുകൊണ്ടേ ഇരിക്കട്ടെ, ആകാശത്തിന്റെ ഉയരങ്ങളിലേക്ക് പോട്ടെ. താങ്ക് യു സോ മച്ച് ഹാദിക. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം, ഒത്തിരി സ്നേഹം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്, താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയത്. കവിത